അംബാസഡർ എന്ന ഇതിഹാസം ഒരു കാലഘട്ടത്തെ തങ്കലിപികളാൽ അടയാളപ്പെടുത്തിയ ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. യുണൈറ്റഡ് കിങ്ഡത്തിലെ മോറിസ് ഓക്സ്ഫോർഡ് എന്ന കാറിൻ്റെ മോഡലിനെ അവലംബിച്ചുകൊണ്ടാണ് കൊൽക്കത്തയിലെ ഉത്തർപാറയിൽ 1958 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡർ കാറിൻ്റെ ആദ്യ മോഡൽ പുറത്തിറക്കിയത്. 2012 വരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയുമൊക്കെ ഔദ്യോഗിക വാഹനമായിരുന്നു അംബാസഡർ. വിദേശ കാർ നിർമ്മാതാക്കളുടെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനത്തിലൂടെ വിപണിയിൽ പിടിച്ചു നിൽക്കാനാവാതെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് രംഗം വിടുകയാണുണ്ടായത്. കാലാനുസൃതമായുള്ള ടെക്നോളജിയിലും മാർക്കറ്റിങ്ങിലും ചുവടുമാറ്റം നടത്താൻ അംബാസഡറിനെ വിധേയമാക്കാത്തത് വിദേശ കാർ കമ്പനികളോട് മത്സരിക്കാൻ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് ശേഷിയില്ലാതാക്കി. ഒരു കാലത്ത് ഇന്ത്യൻ നിരത്തുകൾ അടയ്ക്കുവാണിരുന്ന പടക്കുതിരയായിരുന്നു അംബാസഡർ. സാമൂഹ്യ ജീവിതത്തിലെ ഒരു സ്റ്റാറ്റസ് സിമ്പലായിരുന്ന അംബാസഡർ എത്ര മോശപ്പെട്ട റോഡിലും സുഖകരമായ യാത്ര സമ്മാനിച്ചിരുന്നു. ആദ്യകാലത്ത് പെട്രോൾ എഞ്ചിനിൽ മാത്രം ഇറങ്ങിയിരുന്നു, പിന്നീട് ഡീസലിലും LPGയിലും വന്നു. 1500 cc, 1800 cc, 2000 cc എന്നീ വകഭേദങ്ങളിൽ 5 സ്പീഡ് മാനുവൽ ഗിയറിൽ മാത്രമാണ് ഈ വാഹനം ലഭ്യമായിരുന്നത്. 2014 അംബാസഡർ കാറിൻ്റെ ഉൽപ്പാദനം പൂർണ്ണമായും നിലച്ചത്. പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ നിരത്തുകൾ അടയ്ക്കുവാണ് അംബാസഡറിന് ഇന്നും ജനലക്ഷങ്ങളാണ് ആരാധകരായിട്ടുള്ളത്. വിൻറ്റേജ് അംബാസഡർ കാറുകൾ ലക്ഷങ്ങൾ മുടക്കി മോഡിഫൈ ചെയ്ത് അഭിമാനത്തോടെ കൂടെ കൊണ്ടു നടക്കുന്നവർ അനേകർ. അംബാസഡർ ഒരു കാലഘട്ടത്തിൻ്റെ വികാരമായിരുന്നു. ആ വികാരം പകരുന്ന ഗൃഹാതുരത്വം അംബാസഡറിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ മരിക്കാത്ത ഓർമ്മകളായി എന്നും അവശേഷിക്കും.